അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ കാണുന്നതാണ് മഹാനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിൽ എങ്ങനെ സഹനം കൈക്കൊള്ളണം എന്നതിനുള്ള മഹനീയ ഉദാഹരണമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളത്. സമ്പത്തടക്കമുള്ള വ്യത്യസ്ത രീതിയിലുള്ള വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരോഗ്യവും സൗന്ദര്യവുമുള്ള ധാരാളം മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ധാരാളം ബന്ധുക്കളും കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അള്ളാഹു ഏറ്റവും കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവരെ നന്നായി പരീക്ഷിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നന്നായി പരീക്ഷിച്ചു. സമ്പത്ത് പതിയെ പതിയെ ഇല്ലാതെയായി. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ കടുത്ത പരീക്ഷണത്തിന് അള്ളാഹു അദ്ദേഹത്തെ വിധേയനാക്കി. തുടർന്ന് പരമദരിദ്രനായി അദ്ദേഹം മാറി. ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള മക്കൾ ഓരോന്നായി മരണപ്പെട്ടു പോയി. അങ്ങനെ മക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും മരണം മുഖേനയും അയ്യൂബ് അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു. അതിലും അവസാനിച്ചില്ല. ആരോഗ്യമുള്ള അയ്യൂബ് അലൈഹിസ്സലാം തന്നെ രോഗങ്ങളുടെ പിടിയിലായി. കഠിനമായ രോഗം മുഖേനയും ദാരിദ്ര്യം മുഖേനയും വേണ്ടപ്പെട്ടവരുടെ മരണം മുഖേനയും അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണത്തിന് വിധേയനായപ്പോഴും അള്ളാഹുവിനോട് അവിടുന്ന് ഒരു പരാതിയും ബോധിപ്പിച്ചില്ലെന്ന അതിശ്രേഷ്ഠമായ സ്വഭാവ ഗുണത്തെയാണ് ഖുർആൻ മനുഷ്യരുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത്. പരീക്ഷണം മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണല്ലോ. ഒരാളും പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരാവില്ല. എല്ലാവരെയും വിവിധങ്ങളായ രീതിയിൽ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമ എന്ത് സമീപനമാണ് ആ പരീക്ഷണങ്ങളോട് സ്വീകരിക്കേണ്ടതുമെല്ലാം ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. എല്ലാവിധത്തിലുള്ള പരീക്ഷണത്തിലും അദ്ദേഹം വിധേയനായപ്പോഴും അദ്ദേഹം അള്ളാഹുവിനോട് നിരാശ ബോധിപ്പിച്ചില്ല. മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ക്ഷമിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോയി. ഖുർആൻ ആ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. അയ്യൂബിനെയും തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം: എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും അദ്ദേഹത്തിന് നേരിട്ട കഷ്ടപ്പാട് നാം അകറ്റിക്കളയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും അവരോടൊപ്പം അവരുടെ അത്രയും പേരെയും വേറെയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു.